ഹായ് ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉത്രാടാണ്. ഉത്രാട ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുമ്മാട്ടി നടക്കാറുണ്ട്. അപ്പോൾ വലിയൊരു ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് എല്ലാ കൊല്ലം നടക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, വയനാട് ഇഷ്യൂ, അതിൽ നിന്നും ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്, പൊതുവെ ആഘോഷങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളും അവരോട് കൂടെ നിന്നുകൊണ്ട് വളരെ ആർഭാടമായി നടത്തുന്നതിന് പകരം വളരെ ലളിതമായി നടത്തുകയും അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് നമ്മളങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനും വെച്ചിട്ടുണ്ട്. സോ എനിക്കതിൻ്റെ പിരിവിനും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. പിള്ളേരുടെ എക്സാമുള്ള ആയതുകൊണ്ട് വളരെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഇപ്പം എന്തായാലും കുമ്മാട്ടി എത്തി നിൽക്കുകയാണ്, ഓണത്തിൻ്റെ ആ ഒരു ആഘോഷം. പക്ഷെ പഴയൊരു വൈബും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ നാട്ടിൽ നിന്നിട്ട് കൂടി ഒരു ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയൊന്നും തോന്നുന്നില്ല. പൊതുവെയുള്ള ഒരു വർഷങ്ങളിൽ, കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നൊരു ആഘോഷം ഇപ്പോൾ വളരെ കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കങ്ങനെ ഒരു പെട്ടെന്നൊരു ആകസ്മികമായിട്ടുള്ളൊരു സംഭവം വന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അവരോട് കൂടെ നിൽക്കണമല്ലോ. എന്നാൽ ആഘോഷങ്ങൾ വേണ്ടാന്ന് വയ്ക്കാനും പറ്റില്ല. മനുഷ്യൻ്റെ ഒരു ആയുസിൻ്റെ ഇത്ര ഭാഗം സന്തോഷം നൽകുന്ന ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അത് നല്ല രീതിക്ക് നടത്താൻ ശ്രമിക്കുക. നടത്താൻ പറ്റുന്നിടത്തോളം നമ്മൾ നടത്താൻ ശ്രമിക്കുക. നമ്മുടെ ആ ഒരു നാടിൻ്റെ പൈതൃകം കൂടിയാണ് ഇപ്പോൾ ഈ കുമ്മാട്ടിക്കളി എന്നൊക്കെ പറയുന്നത്. സോ ഞാനിപ്പോൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കുളിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അവിടേക്ക് പോകാം. ഇത് ഉത്രാടത്തിനിടാനുള്ള പൂക്കളത്തിലേക്കുള്ള പൂക്കളാണ്. ഇതൊക്കെ ഒട്ടുമിക്കതും ഇവിടെ വീടിനടുത്ത് തന്നെ ഉള്ളതാണ്, കുറച്ചൊക്കെ വീട്ടിലുള്ളതാണ്. ഇതും അപ്പുറത്തെ പറമ്പിലുണ്ടായതാണ്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുമ്പപ്പൂ, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മുക്കുറ്റിപ്പൂ ഇരിക്കുന്നുണ്ട്, അതും വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്കാണ് നമ്മൾ പൂക്കളം ഇടാൻ പോകുന്നത്. പുറമേ നിന്നുള്ള പൂക്കൾ കൂടുതലും വാങ്ങിക്കുന്നതിലുപരി നമ്മുടെ വീടുകളിലും പറമ്പുകളിലൊക്കെ കിട്ടുന്ന പൂക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പൂക്കളം ഇടാനാണ് പോകുന്നത്. ഇത് ചെമ്പരത്തി ഒരെണ്ണേ കിട്ടിയുള്ളൂ, പക്ഷെ നല്ല അടിപൊളി ചെമ്പരത്തിയാണ്. പിന്നെ ഇങ്ങനത്തെ റെഡ് പൂക്കൾ, പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ചെണ്ടുമല്ലി, അതും മഞ്ഞ ചെണ്ടുമല്ലിയാണ് കൂടുതലും ഉള്ളത്. നല്ല അടിപൊളി ചിത്രശലഭം നോക്ക്, അതിൻ്റെ ഷെയ്ഡ് നോക്ക്, നല്ല ഗ്രീൻ കളറിൽ ചെറുതായിട്ടൊരു ട്രാൻസ്പാരൻ്റ് ആണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചിത്രശലഭത്തിനെ കാണുന്നത്. അല്ലെങ്കിൽ വേറെ വല്ല കുത്തും പുള്ളിയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓണത്തിൻ്റെ അതിഥിയായിരിക്കാം അല്ലേ. അങ്ങനെ നേരെ ഭക്ഷണം കഴിച്ചു വന്നത് നമ്മുടെ കുമ്മാട്ടിക്കളിക്കുള്ള പുല്ലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പർപ്പടക പുല്ലെന്ന് പറയും. ഇത് കിട്ടാൻ വളരെ കുറവാണ്, നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയതൊക്കെ. ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള എന്താ പറയുക, കുമ്മാട്ടി മുഖം എന്ന് പറയുന്നത്. ഇതിൽ ഒരെണ്ണേ ഉള്ളൂ. ഇത് നല്ല ഫ്രഷ് സാധനമാണ്, ഇക്കൊല്ലത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു മുഖമാണ്. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്, ഇതിപ്പോൾ ഓരോ കുമ്മാട്ടിക്കും ഓരോന്നിങ്ങനെ ലെയറായിട്ടാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുമ്മാട്ടിയുടെ സെറ്റായിട്ട് അങ്ങനെ നമ്മൾ 5 കുമ്മാട്ടിക്കുള്ള പർപ്പടക പുല്ലാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഇതാ അവിടെ ഒരു മൊയിലും കുട്ടിയുടെ പോലെ നിന്ന് കഴിക്കുന്ന ഋഷാൻ ആൻഡ് ഇവരുടെ ഉത്രാടം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പുലിക്കളി മാസ്ക് ആണ് കാണുന്നത്. ഓക്കെ, 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ആർക്കാ 3 എണ്ണം? അച്ഛനറിഞ്ഞാ ഫാമിലി ആയിട്ട് പുലിയായിട്ട് പോവാനാ ആണോ? ഗോയ്സ് അല്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ പോവാണ്. അപ്പൊ ഞാൻ പോവാണേ, കുമ്മാട്ടിക്ക് പോവാണേ. അപ്പൊ നമ്മള് കുമ്മാട്ടിക്ക് പോവാണ് ഗൈസ്. കുമ്മാട്ടിക്ക് ഇത് മഹജൻ പുതൂർക്കരയിലെ ഗ്രൗണ്ടിലെ അഭിമാന താരം. ക്രിക്കറ്റിലെ കുറച്ച് പൊക്കി പറയണെന്ന് നീ തന്നെ ഹായ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുമ്മാട്ടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം സെറ്റായി. അവിടെ മീഡിയാസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാറുള്ളത്. എല്ലാ വർഷവും നമ്മുടെ പുതൂർക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ എല്ലാ വർഷവും കുമ്മാട്ടി തുടങ്ങാറ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേഷങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ധനസഹായമൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചുരുക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയൊരു ഗ്രാൻഡ് പരിപാടിയാണെന്നുള്ളത്. ഇതിനേക്കാൾ ഗ്രാൻഡ് പരിപാടി ആവാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നു. ദേശകുമാട്ടി മഹോത്സവം ആഘോഷിക്കും. പുതൂർക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ദേശകുമാട്ടി മഹോത്സവം ആരംഭിക്കുന്നു. പങ്കെടുക്കുക. ഇതാണ് നമ്മുടെ തെയ്യം എന്ന് പറയുന്നത്. തെയ്യം കലാരൂപം എന്ന് പറയുമ്പോൾ കണ്ണൂർ കാസർഗോഡ് തെയ്യമൊന്നുമല്ല, ഇത് കുറച്ചും കൂടി ഒരു മോഡേൺ തെയ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഘോഷയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പല പല തെയ്യങ്ങളാണ്. ഹനുമാൻ, ഓരോരോ തീമുകളുണ്ട് ഓരോന്നിനും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് പോവാം.
അങ്ങനെ നമ്മൾ കുമ്മാട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയിട്ട് തൃക്കാക്കരയപ്പൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തൃക്കാക്കരയപ്പനെ ഞാൻ കഴിഞ്ഞ കൊല്ലം മറ്റേ വൈറ്റ് സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ കൊല്ലമല്ല, 2 കൊല്ലമായി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ചെറിയൊരു പരീക്ഷണത്തിൻ്റെ ബേസിൽ. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് തിരുവോണത്തിൻ്റെ അന്ന് പുലർച്ചെയാണ് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും ഇവിടെ. എന്നിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസത്തേക്കാണ്. അപ്പോൾ ഞാൻ പൂക്കളിടാനായിട്ട് കുറച്ച് ചെറിയൊരു പൈസയ്ക്ക് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട്. വലിയൊരു അമിതമായിട്ട് നമ്മൾ അതിന് ചിലവഴിക്കേണ്ട കാര്യമില്ല. പിന്നെ അണിയാനായിട്ട് അരിമാവ് അതൊക്കെ നമ്മളിപ്പോൾ അരിമാവൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ചെറിയൊരു പൂക്കളം ഇട്ടു. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഇന്നിപ്പോൾ 14-ാം തീയതിയാണ്. 14-ാം തീയതി എന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി 10:45 ആവാറേ. ഇപ്പം എൻ്റെ നാളത്തേക്ക് ഇടാനുള്ള ഷർട്ടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് പെർഫെക്ഷൻ ആക്കണം. അതേപോലെ തന്നെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ചെയ്യണം. പറ്റാവുന്ന അത്രയും സ്പീഡിൽ ഞാൻ ചെയ്യും. അത്രയും പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ കൂടി ഓൾമോസ്റ്റ് ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ നോക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം ഇവിടത്തേക്ക് എത്തിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, തെയ്യമാണ്. തെയ്യം എന്ന് പറയുമ്പോൾ കഥകളിയിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് വേണ്ട ഒരു സൈഡാണ് ഇപ്പോൾ ഈ പറയുന്ന സൈഡ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴത്തേക്ക് വരച്ച് കഴിയുമെന്ന് എനിക്കറിയില്ല. 10:45 ഞാനിപ്പോൾ ഏകദേശം 2 മണിക്കൂർ പോലും ഇരുന്നാലും ഇത് കഴിയാൻ ചാൻസ് ഇല്ല. നാളത്തേക്ക് ഇത് ഷർട്ട് ഇടുന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം കുറച്ചൊന്ന് മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. അറിയില്ല. ഞാനിപ്പോൾ എൻ്റെ ആവുന്നതും ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. നാളത്തേക്ക് ഇടാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ അത് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ഇത് എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാം പിന്നെ എത്രത്തോളം ആയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഗുഡ് നൈറ്റ്.